നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലാജി നാരായണസ്വാമി രാമനാഥൻ. എൻ്റെ ചാനൽ എൻ്റെ ഇന്നർ സ്കൂൾ ഓഫ് വിസ്ഡം. ഈ ഒരു ചാനലിൽ നമ്മുടെ സത്യം എന്താണ്, സത്യാന്വേഷണം എന്താണ്, അതിലേക്ക് എങ്ങനെ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, തടസ്സങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് നിരന്തരം ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാ ടോപ്പിക്കിൻ്റെയും എല്ലാ വിഷയത്തിൻ്റെയും എസൻസ് ഒന്ന് തന്നെയാണ്, ഒരു കാര്യം തന്നെയാണ് പറയാൻ ശ്രമിക്കുന്നത്. പല ആംഗിളുകളുടെയും പല വ്യക്തികളുടെയും പല പുസ്തകങ്ങളുടെയും ഇത് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഇന്ന് ഈ ഇതിൽ പറയുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ട്. അതിൽ ഞാൻ നടത്തിയിട്ടുള്ള ഈ ഒരു ഡിസ്കഷൻ സ്പീച്ച് എന്ന പ്രഭാഷണം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് ശരിക്കും നമ്മളൊരു ടോപ്പിക്ക് വെച്ച് സംസാരിക്കുകയൊന്നുമല്ല. കാര്യം സത്യത്തെക്കുറിച്ച് പറയാൻ പ്രത്യേകിച്ച് ടോപ്പിക്കൊന്നും ഇല്ല. പിന്നെ പല വിഷയങ്ങളുമായിട്ട് നിരന്തരം ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് നമ്മളിതിനെ കണക്ട് ചെയ്ത് പറയാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഒരു 1000-ഓളം പ്രഭാഷണങ്ങൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു 500 പ്രൈവറ്റും ഒരു 500 പബ്ലിക്കുമാണ്. അതിൽ ഞാൻ തന്നെ പലതും റീവൈൻഡ് ചെയ്ത് കേൾക്കാറുണ്ട്. ഒരു 6 മാസം മുമ്പ് സംസാരിച്ചത് അല്ലെങ്കിൽ 1 വർഷം മുമ്പ് സംസാരിച്ചത് ഞാനിങ്ങനെ കേട്ട് നോക്കാറുണ്ട്. അതിൽ 5 മിനിറ്റ് തൊട്ട് 2 മണിക്കൂർ വരെയുള്ള പ്രഭാഷണങ്ങളുണ്ട്. അപ്പം ഞാനതിനകത്ത് രണ്ടാമത് കേട്ട് നോക്കാൻ കാരണം, ഈ നമ്മൾ ഈ തുടക്കവും എല്ലാ സ്ഥലത്തും പറയുന്നതിന് ഒരു കൺസിസ്റ്റൻസി ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യത്തിലാണോ നമ്മൾ ഉറച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഇതിലൊരു വ്യതിയാനം ഉണ്ടോ എന്ന് ഞാൻ എപ്പോഴും അനലൈസ് ചെയ്യാറുണ്ട്. കാര്യം നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ വിമർശിക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദ്യം ചോദിക്കുമ്പം ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ഒരാളോട് ഒരു വിരൽ ചൂണ്ടിയാൽ 4 വിരൽ നിങ്ങളിലേക്കാണ് ചൂണ്ടപ്പെടുന്നതെന്ന് പറയുന്ന പോലെ ഈ ഒരു സത്യാന്വേഷണ യാത്രയിൽ നമ്മൾ നമ്മുടെ പുസ്തകം തന്നെയാണ് വായിക്കേണ്ടത്, നമ്മൾ നമ്മുടെ പുസ്തകം തന്നെയാണ് എഴുതേണ്ടത്, നമ്മൾ നമ്മുടെ കഥ തന്നെയാണ് എഴുതേണ്ടത്. ഇത് മറ്റൊരാളുടെ കഥയായിട്ടോ മറ്റൊരു സിദ്ധാന്തമായിട്ടോ നമുക്ക് മാറ്റുരയ്ക്കാൻ നിവൃത്തിയില്ല. ഇപ്പോൾ ഒരു ലോകം സ്വർണ്ണമാണെന്ന് അറിയണമെങ്കിൽ അത് വരച്ച് നോക്കിയാൽ അറിയാം എന്ന് പറയുന്നത് പോലെ ഈ സത്യാന്വേഷണത്തിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് സാധ്യതയില്ല നമുക്ക്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇതിലെത്തിയോ അല്ലെങ്കിൽ നമ്മൾ നേരായ വഴിക്കാണോ എന്ന് നമ്മൾ ചോദിച്ചാൽ നമ്മുടെ കൊച്ചിലെ സ്കൂളിൽ കൊണ്ടാക്കിയതുപോലെയാണ്. നമ്മൾ 1-ാം ക്ലാസ്സിൽ പഠിച്ചപ്പം നമുക്ക് എന്തറിവുണ്ടായിരുന്നു? അങ്ങനെ ഓരോ ക്ലാസ്സും കയറി വന്നപ്പോഴും അവസാനം നമ്മുടെ വിദ്യാഭ്യാസം അവസാനിച്ചപ്പോഴും നമുക്കെന്ത് വിദ്യ കിട്ടി, അല്ലെങ്കിൽ എന്ത് അറിവ് നമ്മൾ അതിലൂടെ സമ്പാദിച്ചു? നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്തോ, അല്ലെങ്കിൽ യഥാർത്ഥ അറിവ്, വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം തന്നെ അറിയുക എന്നുള്ളതാണ്. ഒരു സ്കൂളിലോ കോളേജിലൊക്കെ പോയി വിദ്യാഭ്യാസം കിട്ടണമെങ്കിൽ തന്നെ നമ്മുടെ 140-160 കോടി ജനത്തിൽ വളരെ ചെറിയൊരു ശതമാനത്തിന് മാത്രമേ അതിനുള്ള സാധ്യത ഉള്ളൂ.
ബീഹാറിൽ ഇലക്ഷൻ നടക്കുമ്പോൾ നമ്മൾ ടി വിയിലൊക്കെ കണ്ടറിയാം. അവിടുത്തെ ഗ്രാമങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം ഒരു ഗ്രാമം കാണിക്കുന്നുണ്ട്. അംഗൻവാടി സ്കൂളുണ്ട്, അതിനകത്ത് പശുവും കാളയും കയറി കിടക്കുകയാണ്. അവർ കാട്ടിൽ പോയി തടി എടുത്തുകൊണ്ട് വന്ന് ചുട്ടി കഷ്ണം എടുത്തുകൊണ്ട് വന്ന് കൊടുത്താൽ 80 രൂപ കിട്ടും. അപ്പം അങ്ങനെയുള്ള സ്ഥലം ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അപ്പം ദാരിദ്ര്യം നമ്മുടെ കേരളത്തിൽ ഇരുന്നിട്ട് ഇവിടെ ഏറ്റവും ചെറിയ ജോലിക്ക് വരുന്ന ഒരാൾക്ക് 800, 1000, 1200 കൊടുക്കണം ശമ്പളം. അപ്പം ലോകത്ത് ധനിക രാജ്യങ്ങൾ അല്ലെങ്കിൽ ധനിക സംസ്ഥാനം എന്നൊക്കെ പറയുന്നത് പോലെ കേരളം ഒരു മിനി സ്വിറ്റ്സർലൻഡാണ് സാമ്പത്തിക കാര്യങ്ങൾക്ക്. അതുപോലെ കേരളത്തിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം. പിന്നെ ഗൾഫില്ലെങ്കിൽ കേരളമില്ലെന്ന് തന്നെ പറയണം. ഇപ്പം ഗൾഫല്ലാതെ വിദേശത്തിരിക്കുന്നവരെ നമ്മുടെ കേരളത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ കേരളവും ബീഹാറും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഞാൻ പറയാൻ വരുന്നത്, നമുക്ക് ഏതൊരു മേഖലയിലും നമ്മൾ പഠിച്ചിരുന്നു അല്ലെങ്കിൽ പഠിച്ചില്ല, നമ്മൾ ബിസിനസ് ചെയ്യുന്നു, കച്ചവടം ചെയ്യുന്നു, അല്ലെങ്കിൽ കൂലിവേല എടുക്കുന്നു, അല്ലെങ്കിൽ സാധാരണ വീട്ടുജോലിക്ക് നിൽക്കുന്നു, സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നു, നമ്മളെന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, നമുക്കെന്ത് ശമ്പളം ഉണ്ടെന്നുമല്ല, അല്ലെങ്കിൽ നമ്മളിനി എത്ര സമ്പാദിക്കും എന്നുള്ളതുമല്ല. നമുക്ക് യഥാർത്ഥത്തിൽ നമ്മളെക്കുറിച്ച് അറിയാമോ? എന്താണ് നമ്മൾ? അതിനെക്കുറിച്ച് നമുക്കറിയാമോ? നമ്മൾ ഇതുവരെ ആരെങ്കിലും നമ്മൾ പല സബ്ജക്റ്റും പഠിച്ചു, നമ്മൾ പലതും പഠിച്ചു. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഒക്കെ പഠിച്ചു. ചെറിയ ക്ലാസ് തൊട്ടേ നമ്മൾ പഠിച്ചു. പല കവിതകൾ, ഇംഗ്ലീഷിൻ്റെ, മലയാളം, ഹിന്ദി ഒക്കെ പഠിച്ചു. നമ്മൾ പറയാൻ പഠിച്ചു, ചൊല്ലാൻ പഠിച്ചു, എഴുതാൻ പഠിച്ചു. ഇതൊക്കെ ചിലർ പറയുന്ന കേട്ടാൽ നമ്മളിങ്ങനെ സ്തംഭിച്ചു നിന്നു. യഥാർത്ഥത്തിൽ ഉള്ള സത്യം, യഥാർത്ഥ അറിവ് എന്താണോ ഒരാൾ മനസ്സിലാക്കേണ്ടത്, അത് നമ്മളിലുണ്ടോ? നമ്മൾ സ്വർണമാണോ എന്നറിയണമെങ്കിൽ ഉരച്ച് നോക്കണമെന്ന് പറയും. നമ്മൾ ആരുമായിട്ട് ഉരച്ച് നോക്കും? നമുക്ക് ആർക്കെങ്കിലും അടുത്ത് പോയി ചോദിക്കാൻ പറ്റുമോ? ഞാൻ ആത്മീയതയിലാണോ, ഞാൻ സത്യത്തിലാണോ എന്ന് നമുക്ക് ആരോടെങ്കിലും ചോദിക്കാൻ പറ്റുമോ? ഇനി ഒന്ന് ചോദിച്ചു നോക്കി. അത് വലിയ തമാശയാണ്. ഞാനൊരു കാലത്ത് പലതും പഠിച്ച കാലത്ത്, അല്ലെങ്കിൽ ഈ സത്യം അന്വേഷിച്ച് പോയ കാലത്ത് പലരെയും പഠിച്ചിരുന്നു. ആ പഠിച്ചതിനകത്ത് ജിദ്ദു കൃഷ്ണമൂർത്തിയുണ്ട്. എന്നെ വളരെ സ്വാധീനിച്ചൊരു വ്യക്തിയാണ്. അപ്പം ഞാൻ പിന്നെ ഇത് പഠിക്കാനോ എളുപ്പമല്ല, ഒന്നും മനസ്സിലാകത്തില്ല. എന്തായാലും വർഷങ്ങളോളം ഇതിൻ്റെ പുറകെ നടന്ന് അത് എന്താണ് ജിദ്ദു കൃഷ്ണമൂർത്തി പറഞ്ഞതും ജിദ്ദു കൃഷ്ണമൂർത്തി ജീവിതത്തിൽ എന്താണ് ചെയ്തതെന്നും ഞാൻ അറിഞ്ഞു. അല്ലെങ്കിൽ തിയറിറ്റിക്കലി ഞാനത് പഠിച്ചു. പിന്നെ ഞാൻ ശ്രമിച്ചു നോക്കിയത്, ഞാൻ പഠിച്ചത് ശരിയാണോ, ഞാൻ മനസ്സിലാക്കിയത് ശരിയാണോ എന്നറിയാൻ ഞാൻ പിന്നെ അന്വേഷിച്ചത് ജിദ്ദു കൃഷ്ണമൂർത്തിയെ ഫോളോ ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടോ. 3-4 പേരുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇവരോടൊക്കെ സംസാരിച്ചപ്പം അവർ ജിദ്ദു കൃഷ്ണമൂർത്തി പറയുന്ന തിയറി പറയുന്നവരല്ല എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. അതാണ് എൻ്റെ ഒരു ഫസ്റ്റ് അനാലിസിസ്. പിന്നെ ഞാൻ എൻ്റെ വളരെ ഡെപ്തിൽ ഞാൻ അനലൈസ് ചെയ്തപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ജിദ്ദു കൃഷ്ണമൂർത്തി പറഞ്ഞത് വേറൊരാൾ പറയുമ്പോൾ ഒരു 10 പേര് ജിദ്ദു കൃഷ്ണമൂർത്തിയെ കുറിച്ച്
ഒരേ ടോപ്പിക്കിൽ, ഇപ്പോൾ ചോയ്സ്ലെസ് അവയർനെസ്സിനെ കുറിച്ച് ഒരേ ടോപ്പിക്കിൽ ഒരു 10 പേര് സംസാരിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ ഒരു 10 പേരെടുത്ത് ചോദിച്ചാൽ, ചോയ്സ്ലെസ് അവയർനെസ് ഞാൻ സ്പീച്ചാക്കി ഇട്ടിട്ടുണ്ട് ഈ ചാനൽ, ഇംഗ്ലീഷും മലയാളം ഇട്ടിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ 10 പേരും പറയുന്നത് വേറെയാണ്. അപ്പം എനിക്ക് ഓർമ്മ വന്നത്, യൂണിവേഴ്സിറ്റി കോളേജിൽ ചങ്ങമ്പുഴ പഠിച്ചുകൊണ്ടിരുന്നപ്പം, MA പഠിച്ചപ്പം ചങ്ങമ്പുഴയുടെ കവിതയാണ് അവിടെ MA പഠിപ്പിക്കുന്നത്. പഠിപ്പിക്കുന്ന പ്രൊഫസറിന് ഇത് അറിഞ്ഞുകൂടായിരുന്നു. ചങ്ങമ്പുഴ പറഞ്ഞത്, ഞാൻ തന്നെ എൻ്റെ കവിത കേട്ട് ഞെട്ടിപ്പോയി, എൻ്റെ കവിതയിൽ ഇത്രയും അർത്ഥങ്ങളുണ്ടായിരുന്നു എന്ന് ചങ്ങമ്പുഴ പറഞ്ഞു. പിന്നെ ഒരു പരീക്ഷ ഇട്ടപ്പം ചങ്ങമ്പുഴയ്ക്ക് ആ പരീക്ഷയിൽ ഒന്നാമനാവാനും പറ്റിയില്ലെന്നാണ് പറയുന്നത്. ഇതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇവിടെ സംഭവിച്ചതെന്താ, ആ പ്രൊഫസർ ഈ കവിത എഴുതിയ ആൾക്ക് പോലും ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്തെ ലെവലിൽ നിന്ന് ആ കവിത പഠിപ്പിച്ചു എന്ന് പറയുന്ന കണക്ക് ജിത്തു കൃഷ്ണമൂർത്തിയുടെ ചോയ്സ്ലെസ് അവയർനെസ് നമ്മളൊന്ന് വായിച്ച് നോക്കിയിട്ട് നമ്മൾ തന്നെ അതൊരു പ്രഭാഷണമാക്കി റെക്കോർഡ് ചെയ്തിട്ട് നമ്മളൊന്ന് കേൾക്കണം, അല്ലെങ്കിൽ നമ്മളൊന്ന് എഴുതണം. നമ്മൾ തന്നെ എഴുതണം. ഞാൻ പറയുന്നത്, നമ്മളൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യാനൊരു പുസ്തകവും പേപ്പറും എടുത്ത് വെച്ചിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നും കോപ്പി അടിച്ച് ഒരു ആർട്ടിക്കിളും പ്രഭാഷണവും നടത്താനല്ല പറയുന്നത്. അത് നല്ലവണ്ണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ഭാഷയിലാക്കി ഒന്നെങ്കിൽ ഒരു ബുക്കിൽ എഴുതി, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യുന്ന കണക്കൊരു പ്രഭാഷണമാക്കി ഇടുക. എന്നിട്ട് യൂട്യൂബിൽ കയറി ചോയ്സ്ലെസ് അവയർനെസ് ജിത്തു കൃഷ്ണമൂർത്തി പറഞ്ഞതുണ്ട്, അത് നമ്മൾ പറയുന്ന ഒന്നാണെന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ശരിക്കും ആ ചങ്ങമ്പുഴയുടെ കവിത പറഞ്ഞതുപോലെയാണ്. അത് ഞാൻ പിന്നെ അനലൈസ് ചെയ്ത് നോക്കിയപ്പം അത് ഉപനിഷത്തിലും വേദത്തിലും അല്ലെങ്കിൽ പുരാണങ്ങളിലും നമ്മൾ ഡെപ്തിൽ പഠിച്ചു വരുമ്പം ഇതിലെല്ലാം നമ്മുടെ ഉള്ളിൽ അറിവ് ഏത് തോതിലുണ്ടോ, ഉദാഹരണത്തിന് 1% അറിവേ ഉള്ളെങ്കിൽ ജിത്തു കൃഷ്ണമൂർത്തിയുടെ ചോയ്സ്ലെസ് അവയർനെസ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത്രയും മനസ്സിലാവും. ഇനി ജിത്തു കൃഷ്ണമൂർത്തിക്ക് 60% സ്പിരിച്വാലിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. നമുക്കറിഞ്ഞൂടാ ജിത്തു കൃഷ്ണമൂർത്തി 100 മാർക്ക് കൊടുക്കാമെന്ന് നമുക്കറിഞ്ഞൂടാ. അപ്പം 60 മാർക്കെന്ന് വിചാരിക്കുക. അപ്പം 60% ഫ്രീക്വൻസി എന്ന് വിചാരിക്കുക. വേറൊരാൾക്ക് 90% ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ ചങ്ങമ്പുഴ ഞെട്ടിപ്പോയതുപോലെ ജിത്തു കൃഷ്ണമൂർത്തി തന്നെ ഞെട്ടിപ്പോവും. കാര്യം എന്താ, അത് ജിത്തു കൃഷ്ണമൂർത്തിയുടെ വാക്കുകളിൽ നിന്നല്ല, മറ്റൊരാളുടെ വാക്കിൽ നിന്നോ മറ്റൊരാളുടെ പുസ്തകത്തിൽ നിന്നോ അല്ല വരുന്നത്. നമ്മളെവിടെ നിൽക്കുന്നോ അവിടെ നിന്നാണ് നമ്മളിതിനെ എടുക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കി അറിയാം. ഇപ്പോൾ സെക്ഷൽ താല്പര്യമുള്ള ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ അവരെന്താ ചെയ്യുന്നത്, ആ മേഖലയിൽ നിൽക്കുന്ന ആത്മീയത പ്രചരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, അവരടുക്കും. യഥാർത്ഥത്തിൽ അവരങ്ങനെയുള്ളവരല്ല. അപ്പം ഇതെന്താണെന്ന് ചോദിച്ചാൽ അവരവരാണ് ആക്ച്വലി ഈ ചങ്ങമ്പുഴയുടെ കവിത, ചങ്ങമ്പുഴ പറയുന്ന വിശദീകരണമായിരിക്കത്തില്ല പ്രൊഫസർ പറയുന്നത്. അപ്പം ഇവിടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മറ്റൊരാളെ അനുകരിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ഭഗവത്ഗീത പഠിക്കുമ്പോൾ 700 ശ്ലോകം അല്ലെ 701 ശ്ലോകമുണ്ട്. അത് ഞാൻ ഈ ഒരു ചാനലിൽ ഇട്ടപ്പം എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു, മറ്റൊരാളുടെ വിശദീകരണം ഞാൻ പറയരുത്. കാര്യം എൻ്റെ അടുത്ത് ഭഗവത്ഗീതയുടെ എല്ലാ ടെക്സ്റ്റ് ബുക്കും ഉണ്ട്. മലയാളം വായനയില്ലാത്തതുകൊണ്ട് ഇംഗ്ലീഷാണ് എൻ്റെ അടുത്തുള്ളത്. ഇംഗ്ലീഷിലില്ലാത്തത് മലയാളത്തിലുമുണ്ട്. അപ്പം ഞാൻ ഇതിലെ പലരുടെയും വ്യാഖ്യാനം ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആനി ബെസൻ്റെ 3 ചാപ്റ്റർ ഇട്ടിട്ടുണ്ട്.
എനിക്ക് തോന്നുന്നില്ല ആനി ബെസൻ്റ് 3 ചാപ്റ്റർ ഇൻ്റർനെറ്റിൽ എവിടെ അവൈലബിൾ അല്ല ഓഡിയോ ഫയലായിട്ട്. ഞാനിത് ചെയ്യാൻ കാരണം നമ്മൾ പലപ്പോഴും ഈ ചാനലിൽ തന്നെ ഞാൻ പലരെയും വിമർശിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ പറയാൻ വരുന്നൊരു കാര്യം, ഞാൻ ഉൾപ്പെടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വാക്കാണ് ദൈവം. ആദ്യം ഉണ്ടായത് ശബ്ദമാണ്. ദൈവത്തിൻ്റെ പ്രതിരൂപമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ശബ്ദമാണ്. അപ്പം ശബ്ദത്തിൻ്റെ തുടക്കം എന്താണ്, ശബ്ദം എവിടെയാണ് അവസാനിക്കുന്നതെന്ന് ചോദിച്ചാൽ തുടക്കവും ഒടുക്കവും ഒന്നാണ്. അത് സൈലൻസിലാണ് അവസാനിക്കുന്നത്, സൈലൻസിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പം നമ്മുടെ വാക്കിന് വേർഡ് ഇസ് പവർ എന്നാണ് പറയുന്നത്, വേർഡ് ഇസ് ഗോഡ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ സൗണ്ട് ഇസ് ദ റിഫ്ലക്ഷൻ ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത്. അപ്പം ശബ്ദം, ഞാൻ സംസാരിക്കുമ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊരു ശബ്ദമുണ്ട്, അത് ഞാൻ ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ആ ശബ്ദമേ ശ്രദ്ധിക്കാറില്ലയോ? അവിടെയാണ് നമ്മൾ സത്യത്തെക്കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ മൊമെൻ്റാണ് സത്യം. ചിന്തകളില്ലാതെയുള്ള കാര്യം. എന്താ ചിന്തയില്ലാത്തത്? എനിക്ക് ഈ സംഭാഷണം ഇത്ര സമയത്തിനകത്ത് നിർത്തണമെന്നോ, അല്ലെങ്കിൽ ഈ സംഭാഷണത്തിനൊരു ടോപ്പിക് ഉണ്ടെന്നോ ആ ടോപ്പിക്ക് പറഞ്ഞു തീർക്കണമെന്നോ എനിക്ക് നിബന്ധനകളില്ല. ഏത് സമയത്ത് വേണമെങ്കിലും എനിക്ക് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ നമ്മളൊരു ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മളെ സംസാരിക്കാൻ വിളിക്കുമ്പം അങ്ങനെയല്ല, നമുക്കവിടെ സ്വാതന്ത്ര്യമില്ല. പക്ഷെ ഇവിടെ അബ്സല്യൂട്ട് സ്വാതന്ത്ര്യമുണ്ട്. അപ്പം നമുക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണ്. എന്ന് പറഞ്ഞാൽ അഭിപ്രായ സ്വാതന്ത്ര്യം മാത്രമല്ല, എന്തിലും നമുക്ക് സ്വാതന്ത്ര്യം വേണം. പക്ഷേ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കൊന്നിനും സ്വാതന്ത്ര്യമില്ല. എന്ത് സംസാരിക്കണം, എന്ത് വേഷം, എന്ത് ഡ്രസ്സ്, എങ്ങനെ പൈസ ചിലവാക്കണം, എത്ര പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ നമുക്കാവാം, ഇതിനെല്ലാം സമൂഹം ചില വട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ പറയാൻ ഇവിടെ ഞാൻ വന്നൊരു കാര്യം ശബ്ദത്തെക്കുറിച്ചാണ്. അപ്പം ഞാൻ പറയുന്നത് വെറും വേദത്തിലെയും ഉപനിഷത്തിലെയും പുരാണത്തിലെയും മാത്രം വെച്ചിട്ടല്ല. ബൈബിളും ഖുറാനും ബുദ്ധിസവും ജൈനിസവും സിഖിസവും മാത്രം പറഞ്ഞിട്ടല്ല. ഇതെല്ലാം ഞാൻ ഈ ചാനലിൽ എല്ലാ മതങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാ ആത്മീയത എന്ന് പറഞ്ഞാൽ സത്യം മതങ്ങൾക്കതീതമാണ്. മതങ്ങളൊക്കെ എപ്പോഴാണ് മതങ്ങൾ വന്നത്? ഈ മനുഷ്യർ കാട്ടിക്കിടന്ന് എപ്പോഴാണ് ഇവർ ഗ്രൂപ്പ് ഫോം ചെയ്തത്? ഇവർ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഫോം ചെയ്തു, അല്ലെങ്കിൽ അവർക്കൊരു നേതാവിനെ കണ്ടെത്തി, പിന്നെ രാജ്യം കീഴടക്കി, പിന്നെ രാജ്യങ്ങൾ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി രാജാവ് ഉണ്ടായിരുന്നു, പിന്നെ ഡെമോക്രസി വന്നു. ഇതിങ്ങനെ ഡെവലപ്മെൻ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നത് അതിനൊക്കെ മുമ്പ് എന്തായിരുന്നു? കാട്ടിൽ എന്തായിരുന്നു? ഇവൻ കാട്ടിൽ എങ്ങനെയാണ് ജീവിച്ചത്? ഇവന് എവിടെ നിന്നാണ് ഭക്ഷണം കിട്ടിയത്? പിന്നെ ആരോടാണ് ഫൈറ്റ് ചെയ്തത്? അപ്പം ഇന്നും ഇതുണ്ട്. നമ്മൾ ലോകത്തൊന്നും പോണ്ട. ഈ 160 കോടികൾ ജനങ്ങൾ താമസിക്കുന്ന ഇന്ത്യ മൊത്തം കാണണമെങ്കിൽ ഒരായുഷ്കാലം കൊണ്ട് കാണാൻ പറ്റത്തില്ല. നമ്മൾ 4 മതിലും കെട്ടി ഒരു വീട്ടിനകത്തിരുന്നുണ്ട്, ഒന്നുകിൽ സ്വന്തം വീട്, അല്ലെങ്കിൽ വാടകയ്ക്കുള്ള വീട്, അല്ലെങ്കിൽ സർക്കാർ പണിഞ്ഞു തന്ന വീട്, ഇതിനകത്തിരുന്നുകൊണ്ട് നമ്മൾ പറയുകയാണ് വേറെന്തോ ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഇതെല്ലാ കാലത്തും അങ്ങനെയാണ്. ഒരു നേരമെങ്കിലും ഭക്ഷണം കിട്ടുമെന്ന് ആഗ്രഹിക്കും, പിന്നെ 2 നേരം, പിന്നെ 3 നേരം, പിന്നെ അടുത്തെന്താ, പിന്നെന്താ ഭക്ഷണത്തിനുള്ളതായി, പിന്നെന്താ താമസമായി, പിന്നെന്താ ഡ്രസ്സ്. അപ്പം എല്ലാ കാലത്തും ഈ പോരാ എന്നുള്ളൊരു സംഭവം
നമ്മളെ തള്ളിക്കൊണ്ടുവരും. അപ്പം ഞാൻ പറയാൻ പറ്റുന്നത്, ഞാനാണെങ്കിലും ഞാൻ യൂസ് ചെയ്യുന്ന വാക്കുകൾ പലപ്പോഴും വിമർശനത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും അത് പറയാൻ പാടില്ല. ഞാനതാണ് ഇന്നത്തെ ഇതിൽ പറയാൻ പറ്റുന്നത്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ ഡിവൈനായിരിക്കണം. എന്ന് പറഞ്ഞാൽ കാര്യം എന്താണ്? വേർഡ് ഇസ് ഗോഡ്. ശബ്ദത്തിലൂടെയല്ലേ ദൈവം സൃഷ്ടിച്ചത്. ദൈവം എന്നുള്ള വാക്ക് തന്നെ പലപ്പോഴും കോൺട്രവേഴ്സിയാണ്. സയൻസിൽ ദൈവം എന്നുള്ള വാക്കില്ല. ഇന്നിപ്പം ക്വാണ്ടം ഫിസിക്സ് വെച്ച് നമ്മൾ സ്പിരിച്വാലിറ്റിയെ കണക്ട് ചെയ്ത് ക്വാണ്ടം ഫിസിക്സിലെ എല്ലാ തിയറികളും ഞാൻ ഈ ചാനലിട്ടിട്ടുണ്ട്. കാഴ്ച കാണുന്നവന് തന്നെ ഒരു മാറ്ററിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്നും എല്ലാ മാറ്ററും കണക്റ്റഡ് ആണെന്നും ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ്, സ്പൂക്കി തിയറി, പിന്നെ തുടങ്ങിയിട്ടുള്ള എന്തോന്ന് പറയുന്ന ക്വാണ്ടം ടണൽമെൻറ്റ്, ക്വാണ്ടം ജമ്പിങ്, ഇങ്ങനെ എന്തെല്ലാം തട്ടിപ്പ്, എന്തെല്ലാം സയൻസിൽ ഇതുണ്ടോ അതെല്ലാം നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് വളരെ ശുദ്ധമായിരിക്കണമെന്ന് പണ്ട് പറഞ്ഞിരുന്നപ്പം, എൻ്റെ കൊച്ചിലേക്ക് പറഞ്ഞിരുന്നപ്പം എനിക്കത് മനസ്സിലായിട്ടില്ലായിരുന്നു. ഇപ്പം സയൻറ്റിഫിക് റിസർച്ചിൽ എല്ലാ ആത്മീയ ക്ലാസ്സുകളിലും പറയുന്നുണ്ട്. മെസ്സേജസ് ഫ്രം വാട്ടർ എന്ന് പറഞ്ഞ് ഒരു റിസർച്ച് ബുക്ക് ഉണ്ട്. അതിനകത്ത് വെള്ളം നമ്മുടെ സംഭാഷണത്തിനോട് പ്രതികരിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള വേർഡ്സ് പറയുമ്പോൾ വാട്ടർ ക്രിസ്റ്റൽസ് നല്ലവണ്ണം ഫോം ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ശരീരം 80%, 70-80% വാട്ടറാണ്. അപ്പം നമ്മൾ വിമർശിക്കാൻ വേണ്ടി പോലും ഒരാളെക്കുറിച്ച് നെഗറ്റീവ് ഒരു വേർഡ് യൂസ് ചെയ്താൽ അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് റിസർച്ച് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് ഈ വെള്ളത്തിനെ കുറിച്ചുള്ള റിസർച്ച് മാത്രമല്ല, 1940 ഇറങ്ങിയ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ആ പുസ്തകം ആദ്യമൊന്നുമല്ല, അതിനു മുമ്പുള്ള പുസ്തകങ്ങളിൽ നിന്ന് എഴുതിയിട്ടുള്ളതാണ്. ഇവിടെ ഒരു സാധനവും പുതിയതായിട്ട് ആർക്കും എഴുതാൻ പറ്റത്തില്ല. ആരെങ്കിലും അങ്ങനെ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് സത്യമല്ല എന്ന് നമ്മൾ അറിവിൻ്റെ മേഖലയിൽ പോകുമ്പം നമുക്കത് മനസ്സിലാവും. പിന്നെ ഈ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി കൊടുക്കുമ്പോൾ അതിന് വീര്യം കൂടുമെന്ന് പറയുന്ന കണക്ക് അത് നല്ല സംഭാഷണ ശൈലിയുള്ളവരും നല്ല എഴുതാൻ കഴിവുള്ളവരും അത് അവർക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റുന്നുള്ളതുകൊണ്ട് അവരത് പറയുന്നു, അതവരുമായിട്ട് മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ഞാൻ പറയാൻ വരുന്നത്, അപ്പം ഇത് ഉപബോധ മനസ്സിന് അങ്ങനെ ഒരു കാര്യമുണ്ട്. ലോജിക് മൈൻഡില്ല. ഈ ആത്മീയതയിൽ സത്യത്തിലേക്ക് കടക്കുമ്പം നമ്മൾ എന്താണ് ഈ ലോജിക് മൈൻഡ് ഉണ്ടോ ഇല്ലയോ, ശരി തെറ്റ്, ഭഗവത്ഗീതയിലും പറയുന്നത് ശരി തെറ്റില്ല, സ്ഥിതപ്രജ്ഞനാണെങ്കിൽ ഇവിടെ ശരിയുമില്ല തെറ്റുമില്ല എന്ന് പറഞ്ഞാൽ ലോജിക് മൈൻഡോടുകൂടി നമ്മൾ അപ്രോച്ച് ചെയ്താൽ അവിടെ നമുക്കിത് ഓപ്പൺ ചെയ്യത്തില്ല. അത് ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞാൽ മാത്രമേ അത് മനസ്സിലാവൂ. ഇപ്പം നമ്മളൊരാളോട് ചോദിക്കുകയാണ്, ഞാനിത് വർഷങ്ങളായിട്ട് എൻ്റെ കുട്ടികളോട് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ ഏതെങ്കിലും സ്റ്റുഡൻ്റ് ഉണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും എൻ്റെ ക്ലാസ്സുകളിൽ ഇത് കേട്ട് കാണും. അപ്പം ഉദാഹരണത്തിന് നമ്മളൊരാളോട് ചോദിക്കുകയാണ്, ഹൗ ഇസ് ദ ഡേ, ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്? അത് ഇംഗ്ലീഷുകാരാണ് പറയാൻ ബ്യൂട്ടിഫുൾ, വണ്ടർഫുൾ. അതേസമയം അതൊരു മലയാളിയോടും ചോദിച്ചു നോക്കി, ഒത്തിരി പേര് നന്നായിരിക്കുന്നു, വളരെ നന്നായിരിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ 99% ആൾക്കാരും എന്താ പറയുന്നറിയാം, വലിയ കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പോകുന്നു. അപ്പം ഈ സബ് കോൺഷ്യസ് മൈൻഡിന്, ഉപബോധ മനസ്സിന് ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് ലോജിക് മൈൻഡില്ല, വലിയ കുഴപ്പമില്ല. അപ്പം ഇല്ല എന്നുള്ളത് ഉപബോധ മനസ്സെടുക്കത്തില്ല. ഉപബോധ മനസ്സെടുക്കുക എന്തെടുക്കുമെന്ന് പറയാം, കുഴപ്പം.
വലിയ കുഴപ്പമാണ്. അപ്പോൾ എന്ത് പറ്റും? വാട്ടർ റിയാക്ട് ചെയ്യും, നമ്മൾ കുഴപ്പത്തിലേക്ക് ചെന്ന് ചാടും. ഞാനീ പറയുന്ന ശാസ്ത്രമാണ്, ഞാൻ പറയുന്നത് പ്യുവർ സയൻസാണ്. അപ്പം ഇത് ശാസ്ത്രത്തിനെ എതിർത്താൽ എന്ത് പറ്റും? ഒരാൾ സ്കൂളിൽ പോയിട്ടില്ല, അടുത്ത് പറയുകയാണ് ഇങ്ങനെ ആപ്പിൾ താഴെ വീണപ്പോൾ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഒരാൾ കണ്ടുപിടിച്ചു, അതുകൊണ്ട് ഇങ്ങനൊരു സംഭവം. അയാൾ പറയുകയാണ് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് അയാൾ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടിയാൽ എന്ത് സംഭവിക്കും? അതുകൊണ്ട് ശാസ്ത്രത്തിനെ എതിർക്കുന്നവർ എതിർത്തോട്ടെ. പക്ഷെ കേരളം പോലെ ദാരിദ്ര്യവും ഇല്ല, 100% സാക്ഷരതയാണ്. ഇവിടെ ആരോട് ചോദിച്ചാലും അവർ ഗംഭീര സിദ്ധാന്തങ്ങൾ പറയും. നമ്മൾ ഞെട്ടിപ്പോവും, ഇവരിത് എവിടെ നിന്നാണ് ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന്. എന്നെക്കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. കേരളത്തിലുള്ളവർ പറയുന്ന പല സിദ്ധാന്തങ്ങളും എനിക്കിന്നും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഈ സിദ്ധാന്തങ്ങളൊക്കെ അറിവുമായിട്ട് എന്തോ ബന്ധം, സത്യമായിട്ട് എന്തോ ബന്ധമെന്ന് ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് അത് പ്രാക്ടിക്കൽ ലൈഫാണ്. എന്ത് പ്രാക്ടിക്കൽ ലൈഫ്? കേരളത്തിലിപ്പോൾ ജന്മികളില്ല, ജാതിയും മതവും ഇല്ല, ആർക്കും ആരെയും കല്യാണം കഴിക്കാം, അമ്പലങ്ങളിൽ ആർക്കും പോവാം, 1-2 ക്ഷേത്രങ്ങൾ ഒഴിച്ചിട്ട് പള്ളികളിലും പോവാം, മോസ്കിലും പോവാം. പിന്നെന്താണ് ഇവിടെ? ഏത് സിദ്ധാന്തമാണ്? ഏതാ 1950 പറഞ്ഞ സിദ്ധാന്തമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആത്മീയതയിലും അതാണ്. ഇന്നത്തെ ഈ ക്വാണ്ടം ഫിസിക്സും ഈ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റും ഈ ഒബ്സർവർ എഫക്റ്റും ഒക്കെ പറയണ്ടേ? ജിത്തു കൃഷ്ണമൂർത്തി അന്ന് ഒബ്സർവറും ഒന്നാണെന്നും രമണ മഹർഷിയും ഇതൊക്കെ പറഞ്ഞപ്പോഴും അത് ഇന്നത്തെ തലമുറയ്ക്ക് അവർ ശാസ്ത്രവുമായിട്ട് കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. രാമാനുജൻ എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇന്നും സയൻസിന് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഏതാ അമ്പലത്തിലെ ദേവി പറഞ്ഞു കൊടുത്ത സംഭവമാണ്. അത് വിശ്വസിക്കും. കാര്യം എന്താ പറയുക? മാത്തമാറ്റീഷ്യൻസിൻ്റെ ഏറ്റവും വലിയ ആളല്ലേ ദേവി എന്ന് പറയുന്നത്. എങ്ങനെ അത് ദൈവമല്ലേ? അപ്പം അതെങ്ങനെ ദൈവമില്ല എന്ന് നിങ്ങൾ പറയുന്നു, പിന്നെ പറയുന്നത് ദൈവം പറഞ്ഞു കൊടുത്തെന്ന് പറയുന്നു. ഇത് കോൺട്രഡിക്ഷൻ അല്ലേ? ഇത് ഇങ്ങനെ പലതും നേരിട്ട് അനുഭവം വരുന്നത് വരെയും നമ്മളിതൊക്കെ പറയേണ്ടി വരും. അപ്പം ഞാൻ പറയാൻ വരുന്നത്, നമ്മൾ ഓരോരുത്തരും, ഞാൻ ഇനി തൊട്ട് ഈ വിമർശനം എന്ന് പറയുന്നത് കാര്യം, ഇവിടെ എല്ലാം പെർഫെക്റ്റാണ്. ഓൾ ഇസ് വെൽ, ഓൾ ഇസ് ഡിവൈൻ, ഓൾ ഇസ് പെർഫെക്റ്റാണ്. അത്ര പെർഫെക്റ്റാണ്. പെർഫെക്റ്റ് എന്ന് ഞാൻ പറയുമ്പം ശരിക്കും ഈ കാണുന്നതല്ല റിയൽ. ഈ കാണുന്നതല്ല റിയൽ. അത് നമ്മൾ എനർജി പ്രിൻസിപ്പിളിലും ക്വാണ്ടം ഫിസിക്സിലൂടെയും 10,000 തവണ ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പഴയ വീഡിയോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുണ്ട്, അത് കേട്ട് നോക്കുക. ഞാൻ ഇന്ന് ഈ ഒരു സാധനം അല്ലെങ്കിൽ ഈ ഒരു ടോക്ക് ചെയ്യുന്നത് എൻ്റെ ഒരു സെൽഫ് അനാലിസിസിലാണ്. അപ്പം ശുദ്ധമായ വാക്കുകളല്ലാത്ത വാക്കുകൾ ഞാനിനി എൻ്റെ ലൈഫിൽ യൂസ് ചെയ്യത്തില്ല എന്ന് ഒരു തീരുമാനം എടുത്തിട്ടാണ് ഞാൻ ഈ ടോക്ക് നടത്തുന്നത്. അതേപോലെ എന്നെ കേൾക്കുന്നവരും, ഇതൊരു ശാസ്ത്രമാണ്. അത് നമ്മൾ ആണത്. നമ്മൾ തന്നെയാണ് സൃഷ്ടി, നമ്മൾ തന്നെയാണ് ദൈവം, നമ്മൾ തന്നെയാണ് ക്രിയേറ്റർ, നമ്മൾ തന്നെയാണ് കോ ക്രിയേറ്റർ ആണല്ലോ. അപ്പം നമ്മുടെ വാക്കാണ് ദൈവം. നമ്മുടെ വാക്ക് തീരുമാനിക്കും നമ്മളെങ്ങനെയാവണമെന്ന്. അതിലൊരു സംശയവും ആർക്കും വേണ്ട, ആർക്കും പ്രാക്ടീസ് ചെയ്യാം. ഞാൻ ഉൾപ്പെടെയാണ് പറയുന്നത്, എനിക്കും ഇത് ബാധകമാണ്. അപ്പം എൻ്റെ പ്രീവിയസ് 1000 ടോക്കുകളിൽ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പം അതിലൊരു 30% വേർഡ്സ് നെഗറ്റീവ് വേർഡ്സ് ഉണ്ട്. അത് പഠിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഞാൻ അറിയിക്കാൻ വേണ്ടി പറയുന്നതെങ്കിൽ പോലും എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് അത് തിരിച്ചറിയത്തില്ല. അപ്പോൾ അതെനിക്ക് തിരിച്ചടിക്കും. അതുകൊണ്ട് എൻ്റെ ടോക്കുകളിൽ ഞാൻ ഇനി ഒരു നെഗറ്റീവ് വേർഡ് പോലും യൂസ് ചെയ്യത്തില്ല.
ആൾക്കാർ ചോദിക്കുക അത് സാധ്യമാണോ? നമുക്ക് എത്ര ഉദാഹരണം പറയാം. ഇപ്പം നമുക്ക് എന്താണ് പറയുന്നത്, എന്തെങ്കിലും ഒരു കാര്യം നമുക്കൊരു ഹെൽപ്ലെസ്നെസ് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നമുക്കൊരു ഇത്, അപ്പം അത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതെങ്ങനെ പറയാൻ പറ്റും? ഉദാഹരണത്തിന് ഐ ആം നോട്ട് വെൽ, എനിക്ക് സുഖം ഇല്ല എന്ന് നമ്മൾ പറയുന്നു. ഇതെങ്ങനെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എടുക്കും? നെഗറ്റീവായിട്ട് എടുക്കത്തില്ല, പോസിറ്റീവായിട്ട് എടുക്കും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. നമ്മൾ നമ്മുടെ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചാൽ, അല്ലെ എന്താണ് ഈ ലോജിക് മൈൻഡ്? ഇപ്പുറത്ത് സത്യാന്വേഷണത്തിലും അത് പറയുന്നുണ്ട്. നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്കിത് കിട്ടത്തില്ല. സത്യമല്ലേ? ഓട്ടോബയോഗ്രഫി യോഗി വായിച്ചു നോക്കിയിട്ടുള്ള ആർക്കും മനസ്സിലാവും. ലോജിക് മൈൻഡ് വെച്ച് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല ട്രൂത്ത്. അപ്പോൾ ഇത് നമുക്ക് ഈ യാത്രയിൽ നമുക്ക് ബോധ്യപ്പെടേണ്ടതാണ്. നമുക്ക് ചുറ്റും പല കാര്യങ്ങളും പല സ്ഥലത്തും നടക്കുന്നുണ്ട്. പല സ്ഥലത്തും ഇപ്പം വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ അംഗീകരിക്കാതെ അല്ലെ അവരെ ഉൾക്കൊള്ളാതെ പല മേഖലകളും, സോഷ്യൽ സർവീസിലായിക്കോട്ടെ, അത് പൊളിറ്റിക്സിലായിക്കോട്ടെ, ഏത് മേഖലയിലായിക്കോട്ടെ, നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് തോന്നും അവർക്ക് ശരിയായ അംഗീകാരം കിട്ടിയോ ഇല്ലയോ എന്ന് നമ്മൾ പലപ്പോഴും വിമർശനത്തിലൂടെ പറയാറുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ ടോക്കിൽ പലപ്പോഴും അങ്ങനെ വിമർശിച്ചിട്ടുള്ള ആൾക്കാരിൽ ശ്രീനാരായണ ഗുരു, ഞാൻ അത് ചോദിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു ഇത് ചെയ്തു അത് ചെയ്തു, എന്നിട്ട് ശ്രീനാരായണ ഗുരുവിനെതിരെ കേസ് കൊടുത്തില്ലേ, അതെന്താ ഇങ്ങനെ, ഇതെന്താ ഇങ്ങനെ? അപ്പം ഇത് അങ്ങനെ പറയണ്ട എന്നുള്ളതല്ല, അത് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഒരേ കാര്യം തന്നെ നമുക്ക് പോസിറ്റീവായിട്ടും പറയാൻ പറ്റും. അപ്പം നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? ശ്രീനാരായണ ഗുരുവിന് സൃഷ്ടാവ് ഏൽപ്പിച്ച ജോലി ഗംഭീരമായിട്ട് ശ്രീനാരായണ ഗുരു ചെയ്തു എന്നാണ് നമ്മളത് പറയേണ്ടത്. നേരത്തെ പറഞ്ഞ കണക്ക് ഞാനൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. പക്ഷെ അത് കേൾക്കുന്നവർ അതെങ്ങനെ എടുക്കണമെന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വം അവർക്കാണ്. എന്ന് പറഞ്ഞാൽ അവരേത് ഫ്രീക്വൻസിയിലിരിക്കുന്നോ ആ ഫ്രീക്വൻസിയിലേ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റൂ. അതവർക്ക് ഉൾക്കൊള്ളാൻ പറ്റൂ. അതുകൊണ്ട് ഇതൊത്തിരി റിസർച്ച് നടന്നിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഞാൻ പറയുന്നത്. കാര്യം ഈ നമ്മൾ ഈ സംസ്കൃതം സംസാരിച്ചതുകൊണ്ടോ ഇംഗ്ലീഷ് സംസാരിച്ചതുകൊണ്ടോ ആർക്കും മനസ്സിലാവാത്ത ചില സിദ്ധാന്തം പറയുന്നതുകൊണ്ടോ കേരളത്തിലെ രാഷ്ട്രീയം എടുത്തു നോക്കി, ഇന്ത്യയിലെ രാഷ്ട്രീയം എടുത്തു നോക്കി, എന്ത് സിദ്ധാന്തമാണ്? ദാരിദ്ര്യത്തിനെതിരെയാണ് ഇവിടെ, ദാരിദ്ര്യം ഇല്ലാതാക്കണം എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ദാരിദ്ര്യം ഇല്ലാതാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഉള്ളവൻ്റെ ഇല്ലാത്തവന് കൊടുക്കണം എന്നുള്ളൊരു പ്രിൻസിപ്പിളാണ്. അതൊരു കാലത്ത് ശരിയായിരുന്നു കാണും. അപ്പം കാലമനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. നമ്മളിൽ ഈ മാറ്റം സംഭവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ആയുഷ്കാലം മൊത്തം ആരോ പറഞ്ഞ ഒരു സ്ക്രിപ്റ്റിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണോ? നമ്മുടെ കഥയുടെ സ്ക്രിപ്റ്റ് നമ്മളല്ലേ എഴുതേണ്ടത്. അപ്പം വാക്ക് നമ്മൾ സൂക്ഷിച്ചാൽ, വാക്കിലൂടെ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള അവനവനിലുള്ള ദൈവത്തെ തിരിച്ചറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നടക്കുന്നത്. നമ്മൾ എന്തിനേയും ഏതിനേയും വിമർശിക്കും. മഴ പെയ്തില്ലെങ്കിൽ പ്രകൃതിയെ വിമർശിക്കും, മഴ പെയ്താൽ വിമർശിക്കും. വെയിലടിച്ചില്ലെങ്കിൽ വിമർശിക്കും, വെയിലടിച്ചാൽ വിമർശിക്കും. ചൂട് കൂടിയാൽ വിമർശിക്കും. അപ്പം
ഇത് ഞാനീ സംസാരിക്കുന്ന സമയത്ത് മഞ്ഞ് വീഴുന്ന ശബ്ദം എനിക്ക് കേൾക്കാം. ഏതാ മഞ്ഞ് വീഴുന്ന ശബ്ദം? ഊട്ടിയിലും കൊടൈക്കനാലിലും ഒന്നുമല്ല, ഈ കേരളത്തിലിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം ഈ പ്രകൃതി നമുക്ക് ചുറ്റും ഒരു ക്യാൻവാസ്, ബാക്ക്ഗ്രൗണ്ടിലൊരു ശബ്ദമുണ്ട്. ഇതൊക്കെ എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്ത് ഈ ശബ്ദമുണ്ട്. അത് ഈ ഓഡിയോയിൽ കേൾക്കുമ്പോൾ നമുക്ക്, ഞാൻ ഉൾപ്പെടെ പലപ്പോഴും എൻ്റെ ടോക്ക് കേൾക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഗംഭീര പ്രകൃതിയുടെ മ്യൂസിക്കുണ്ട്. ഇത് നമ്മൾ നഷ്ടപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്? എന്നിട്ട് ഞാൻ വാക്കിനെക്കുറിച്ച് ഇത്രയും പറഞ്ഞു. ഈ വേർഡിനെ കുറിച്ചൊക്കെ യൂട്യൂബിൽ അടിച്ചാൽ ഇഷ്ടം പോലെ ടോപ്പിക്കുണ്ട്. പക്ഷേ ഈ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡാണ് ഇതിൻ്റെ എല്ലാം ബേസ്. മർഫി എഴുതിയിട്ടുള്ളൊരു ബുക്കാണ് ഇത്. ആണ് എനിക്ക് വാക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തോട്ട്. ഞാൻ സത്യമാണ്, ഞാൻ അതാണ്, മറ്റൊന്നില്ല എന്ന് തിയറി പറയുകയല്ല. പൂർണ്ണമായും നമ്മുടെ വാക്കുകളിലൂടെ അത് പ്രതികരിക്കണം. അപ്പം നിരന്തരം നമ്മൾ നമ്മുടെ വാക്കുകളിലൂടെ പറയും. ഇനി അതല്ലെങ്കിൽ, എൻ്റെ കൊച്ചിൽ ഞാൻ പെൻസിൽ പിടിക്കാൻ തുടങ്ങിയ കാലത്ത് എന്നെ കൊണ്ട് ശ്രീരാമജയം നോട്ട്ബുക്കിൽ എഴുതിച്ചിട്ടുണ്ട് വീട്ടുകാർ. അന്നെനിക്കത് എന്താണെന്ന് മനസ്സിലായില്ല. ഇന്ന് നമ്മൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിലും ലൈഫ് കോച്ചിൻ്റെ ക്ലാസ്സുകളിലും ഒക്കെ പറയാറുണ്ട്, നിങ്ങൾ എഴുതണം. എന്തെഴുതണം? ഞാൻ പറയും ഐ ആം ദറ്റ് എന്ന് എഴുതണം. എന്തോ ഐ ആം ദറ്റ്? തത്വമസി എന്ന് എഴുതണം. ഞാനാണ് ദൈവം, ഐ ആം ഗോഡ് എന്ന് എഴുതണം. ഐ ആം ക്രിയേറ്റർ എന്ന് എഴുതണം. അതിന് താഴോട്ടുള്ള ഒന്നും എഴുതണ്ട. അല്ലാതെ എനിക്ക് കാറ് വേണം, വീട് വേണമെന്നൊന്നും നിങ്ങൾ എഴുതണ്ട. ഞാൻ സത്യമാണെന്ന് എഴുതണം. ഐ ആം ട്രൂത്ത് എന്ന് എഴുതണം. പറയുമ്പം ഞാനാണ് സത്യം എന്ന് പറയണം, അല്ലെങ്കിൽ ഞാനാണ് ദൈവം. ഏതാ കണ്ണാടി പ്രതിഷ്ഠിച്ചിട്ട് പറഞ്ഞു, ദൈവം നീയാവുന്നു. ശബരിമലയുടെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവർ സ്വർണ്ണപ്പാളി ഇളക്കി കൊണ്ടുപോയോ, ദൈവത്തെ അവിടെ നിന്ന് കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്തിട്ട്, അതാണോ വിഷയം? അവിടെ എഴുതി വെച്ചിട്ടില്ലേ? അപ്പം ഇതൊക്കെ വെറും വാക്കായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജർമ്മനിയുടെ ഫാക്ടറികളുടെ ഫ്രണ്ടിൽ അവരവിടെ തത്വമസിന്ന് എഴുതി വെച്ച് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. ഈസ്റ്റും വെസ്റ്റും 2 ജർമ്മനി ഉണ്ടായിരുന്നു. മതിലൊക്കെ അവർ പൊളിച്ചു കളഞ്ഞു. അപ്പോഴാണ് നമ്മൾ മതിൽ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏതാ അല്ല മറ്റേവൻ നായരാണോ, ഇവൻ ഈഴവനാണോ, മറ്റേവൻ ശൂദ്രനാണോ, സുന്നിയാണോ, ഷിയ ആണോ, യാക്കോബേറ്റാണോ, എൽസി ആണോ, എന്തോന്നു ഇത്? നമ്മുടെ നേരത്തെ പറഞ്ഞവർക്ക് എന്തും നടന്നാൽ അത് പെർഫെക്റ്റാണ്. എങ്ങനെയാണ് പെർഫെക്റ്റ്? സൃഷ്ടാവിനൊരു സ്ക്രിപ്റ്റുണ്ട്. ഒന്നുകിൽ നമുക്ക് അടിമകളെ പോലെ ആ സ്ക്രിപ്റ്റിലൂടെ പോവാം, അല്ലെങ്കിൽ നമ്മളാണ് സൃഷ്ടാവ്. അപ്പം വാക്കും ചിന്തയും നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. നമ്മളെന്ന് ഉദ്ദേശിച്ചത് ഞാൻ ഉൾപ്പെടെയാണ്. ഇനി ഞാൻ ഇന്ന് സംസാരിച്ചത് ഞാൻ എടുത്തിട്ട് നോക്കും, ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു നെഗറ്റീവ് വേർഡ് വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് കറക്റ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ ഓരോരുത്തരും പ്രകൃതിയാവുക. അതിഗംഭീരമായൊരു ക്യാൻവാസ് നമുക്ക് ചുറ്റുമുണ്ട്. എന്തൊരു മഴ, എന്തൊരു മഴയാണ് പെയ്യുന്നത് ഇപ്പം. കേരളത്തിലുള്ളവർക്കറിയാം. ഈ മഴ ആഘോഷിക്കുന്ന എത്ര പേരുണ്ട്? ഇതിൻ്റെ ഒരു സൗന്ദര്യം ആഘോഷിക്കുന്ന. ഇപ്പം ഞാൻ സംസാരിക്കും മഴയില്ലാത്തതുകൊണ്ടാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ എൻ്റെ ടോക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. കാര്യം നല്ല ശബ്ദത്തോടു കൂടിയുള്ള മഴയാണ്. മഴയ്ക്ക് ശബ്ദമുണ്ടോ എന്ന് എത്ര പേർക്കറിയാം എന്ന് പറയുന്ന കണക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ. ഇനി ചിന്തയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, വായനയുള്ളവർക്കറിയാം. നെപ്പോളിയൻ എന്ന് പറഞ്ഞൊരു ഓഥറിൻ്റെ ഒരു ബുക്കുണ്ട്, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. നിർബന്ധമായും വായിക്കേണ്ട ഒരു പുസ്തകമാണ്. അതിൽ 500 സമ്പത്തുള്ളവരെ ഇൻ്റർവ്യൂ ചെയ്തൊരു ബുക്കാണ്.
ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ബുക്ക് ആത്മീയതയിൽ ഇറങ്ങണം. ഏതാ 500 ഇപ്പം ജീവിച്ചിരിക്കുന്ന 500 ആൾക്കാർ ബോധോദയം കിട്ടിയിട്ടുള്ള അപ്പോൾ ആൾക്കാർ ചോദിക്കുക 500 വരെ കാണാൻ പറ്റുമെന്ന്. കാണാൻ പറ്റും. കോൺഷ്യസ് TV എന്ന് പറഞ്ഞ യൂട്യൂബിലൊരു ചാനലുണ്ട്. അതിനകത്ത് നോക്കിയാൽ മതി. ബോധോദയം കിട്ടിയവരെ നമുക്ക് കാണാം, കേൾക്കാം. അവരെ ഇൻ്റർവ്യൂ ചെയ്യണം. അങ്ങനെ ഒരു പുസ്തകം ഇതുവരെ ഇറങ്ങിയിട്ടില്ല, ഇറങ്ങുമായിരിക്കും. അപ്പോൾ തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിനകത്ത് 500 ധനികന്മാരുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്തപ്പം അതിൽ പറയുന്നൊരു കാര്യം എന്താ അറിയോ? ഹാർഡ് വർക്കിലൂടെയല്ല, എഫേർട്ടിലൂടെയല്ല, തോട്ടിലൂടെയാണ്. ഇതാണ് ലോ ഓഫ് അട്രാക്ഷനും സീക്രറ്റ് എന്നൊക്കെ പറയുന്ന ബുക്കിൽ പറയുന്നത്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് നിങ്ങളതായി മാറും. അതാണ് പവർ സബ് കോൺഷ്യസ് മൈൻഡിലും. ഇത് പലരുടെയും സംഭാഷണത്തിലും സംസാരിച്ചു നോക്കി. ആ സംഭാഷണത്തിൽ റിച്ച്നെസ് ഇല്ല, ആ സംഭാഷണത്തിൽ പോസിറ്റീവ്നെസ് ഇല്ല. അപ്പം അവരെല്ലാം എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് അപ്പം നമുക്കൊരാളുമായിട്ട് സംസാരിക്കുമ്പം ആൾക്ക് എന്തെങ്കിലും കിട്ടുമോ ഇല്ലയോ, അല്ലെങ്കിൽ ആൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയണമെങ്കിൽ ആൾക്ക് സിദ്ധികളുണ്ടോ, അതീന്ദ്രിയ ശക്തികളുണ്ടോ എന്നല്ല നമ്മൾ നോക്കേണ്ടത്. ആളിൻ്റെ വാക്കിൽ എത്ര ശുദ്ധിയുണ്ട്, എത്ര പോസിറ്റീവ്നെസ് ഉണ്ട്. എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചാൽ ഞാൻ പറയും, ലോകത്ത് നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത എന്ത് കാര്യമുണ്ട് എന്നാ ഞാൻ പറയുന്നത്. ആൾക്കാർ ചോദിക്കും നിങ്ങൾക്ക് എല്ലാ കാര്യവും നടന്നോ? അതവിടെ നിൽക്കട്ടെ, അതല്ല ഇവിടുത്തെ വിഷയം. അപ്പം തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, ഇതും 50കളിൽ 60കളിൽ ഇറങ്ങിയ പഴയൊരു പുസ്തകമാണ്. അതിനുശേഷം ഒരു പുസ്തകം ഇറങ്ങിയില്ല. പിന്നെ വേൾഡ് ഹിറ്റായ പുസ്തകം ദ സീക്രറ്റ് എന്ന് പറയുന്ന ബുക്കാണ്, റോണ്ട ബ്രാനഡ്. കോടിക്കണക്കിന് ആൾക്കാരെ ട്രാൻസ്ഫോം ചെയ്തു. അപ്പം ചിന്തയും വാക്കുമാണ് നമ്മൾ ഇതിൻ്റെ ആദ്യത്തെ പടിയിൽ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ. ഇനി വാക്കിലൂടെ നിങ്ങൾക്ക് പറയാൻ അപ്പുറത്തെ സൈഡിൽ ആളില്ലെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യുന്നതൊക്കെ യൂട്യൂബിൽ പ്രഭാഷണമൊക്കെ ഇട്ടാൽ മതി, വേറെ ആരും കേൾക്കണ്ട. നമ്മുടെ ഉള്ളിലുള്ള വെള്ളം, അല്ലെങ്കിൽ പ്രകൃതിയും 80% വാട്ടറാണ്, നമ്മളും വാട്ടറാണ്. അപ്പോൾ പ്രകൃതിയും നമ്മളും ഒന്നാവും നമ്മുടെ ഈ പോസിറ്റീവ് വേർഡിലൂടെ. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്ത് ഗംഭീര കാര്യമാണ്, എന്ത് എളുപ്പമാണ്. ഇതിന് പകരം നമ്മൾ എന്താണ് ചെയ്യുന്നത്? അപ്പം നമ്മൾ നമ്മളെ തന്നെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്. കറക്ഷൻ നമ്മുടെ ഉള്ളിലാണ് നടക്കേണ്ടത്. അപ്പം വാക്കുകൾ വളരെ ശ്രദ്ധിച്ചുപയോഗിക്കുക. ഇനി വാക്കുകൾ വളരെ കുറച്ചുപയോഗിച്ചാൽ മതി. അപ്പോൾ ആൾക്കാർ അതെന്താ, ഓരോ വാക്ക് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അതിന് എനർജി വേണം. അപ്പം നമ്മൾ അക്യൂർ ചെയ്തിട്ടുള്ള എനർജി ഈ ആത്മീയ മേഖലയിൽ കടക്കുമ്പോൾ, ആ ചിന്തയിൽ തന്നെ നിൽക്കുമ്പോൾ നമ്മളിൽ ഹൈ പവറുണ്ട്. ഈ പവർ നമ്മൾ വാക്കുകളിലൂടെ വേസ്റ്റ് ചെയ്യരുത്. കാര്യം നമ്മൾ പറയുന്നത് വേറൊരാൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് മാത്രമല്ല, അയാൾ നിൽക്കുന്ന പോയിന്റിൽ നിന്നല്ലാതെ അയാൾക്കൊരു ഇഞ്ച് അനങ്ങാൻ പറ്റത്തില്ല. ഞാനീ പറയുന്നത് സംശയമുണ്ടെങ്കിൽ ഒരാളോട് 5 മിനിറ്റ് സംസാരിച്ചിട്ട് നമ്മൾ സംസാരിച്ചതിനെക്കുറിച്ച് അവരടുത്ത് ചോദിച്ചു നോക്കിയേ, അവർ വേറെ കാര്യങ്ങൾ. അപ്പം നമ്മൾ സംസാരിക്കണമെന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. ഇനി നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് ഒഫീഷ്യൽ വർക്കിൽ അത് ആവശ്യമുള്ളത് സംസാരിച്ചാൽ മതി. നമ്മളൊരു ഓഫീസിൽ ജോലി ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ പണിയെടുക്കുക, നമ്മുടെ സുപ്പീരിയർ ഓഫീസർ എന്തെങ്കിലും ചോദിച്ചാൽ പറയുക, ആരെങ്കിലും നമ്മുടെ അടുത്ത് വന്ന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വരികയാണെങ്കിൽ അത് കേൾക്കാനും മറുപടി പറയുക. പക്ഷെ ഇതാണോ നമ്മൾ ചെയ്യുന്നത്? ഒരു ദിവസം എത്ര വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ചിന്തകൾ ഒരു ദിവസം 70,000 ചിന്തയാണ് നമ്മുടെ ഉള്ളിൽ പോകുന്നത്.
ഇതെവിടെ നിന്ന് വരുന്നു? എവിടെ നിന്ന് വരുന്നു? അതാരാണ് അതിനെ സൂക്ഷിക്കേണ്ടത്? ഇപ്പം നമ്മൾ താമസിക്കുന്ന വീടിന് മതിലുകളില്ല എന്ന് വിചാരിക്കും. കേരളത്തിൽ മതിലുകളില്ലാത്ത വീടുണ്ട്, ഇഷ്ടംപോലെ സ്ഥലത്തുണ്ട്. നാട്ടുമ്പുറത്ത് ഒരു മതിലും ഇല്ല, വെറുതെ വേലി വെച്ചിട്ടുണ്ട്. അപ്പം അതേപോലെ ഞാൻ പറയുന്നത്, നമ്മൾ ആണ് അത്, ഞാനാകുന്നു അത്. അല്ലെങ്കിൽ ഈ ഞാനാവണമെങ്കിൽ നേരത്തെ പറഞ്ഞ എന്നിലുള്ള 80% വെള്ളവും പ്രകൃതിയിൽ 80% വെള്ളവും എനിക്കെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും? മന്ത്രത്തിലൂടെ പറ്റും. മന്ത്രം പറയുമ്പോൾ അവിടെ അത് സംഭവിക്കുന്നു. അപ്പം നമ്മൾ പ്രത്യേക ഒരു മന്ത്രത്തിന് പോകണോ? വേണ്ട. ഞാനാണത്, ഞാനാണ് ദൈവം എന്ന് പറയാൻ, എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ നമുക്ക് ശാസ്ത്രീയമായി നമ്മൾ മനസ്സിലാക്കി പറയണം. ഇത് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കും? അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ചെടികളോട് നല്ല മധുരമായി സംസാരിച്ചാൽ ആ ചെടിയുടെ പുഷ്പത്തിനും കായ്ക്കും വ്യത്യാസമുണ്ടെന്ന് ശാസ്ത്രം തെളിയിച്ചു. അതെങ്ങനെ പ്രതികരിക്കുന്നു? കാര്യം നമ്മളാ സൃഷ്ടാവും. നമ്മൾ നല്ല വാക്കുകൾ യൂസ് ചെയ്യുമ്പം നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം, കാര്യം പിന്നെ നമുക്ക് പ്രത്യേക ആഗ്രഹമില്ലല്ലോ. പ്രകൃതിയും നമ്മളും ഒന്നാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളൊരു സാധനം നമ്മൾ ചോദിക്കണോ? വേണ്ട. ദൈവം ആരോടെങ്കിലും ചോദിക്കുമോ? വേണ്ട. നമ്മളിവിടെ തിരുവിതാംകൂർ രാജാവാണെന്ന് വിചാരിക്കും. ഇപ്പം തിരുവിതാംകൂർ രാജാവ് ആരത്തെങ്കിലും ചോദിക്കുമോ എനിക്കെന്തെങ്കിലും വേണമെന്ന്? അങ്ങേറ്റം പോയാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെന്ന് ചോദിക്കും. വേറെ ആരോടെങ്കിലും ചോദിക്കുമോ? ഇനി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥനാരാ? തിരുവിതാംകൂർ രാജാവാണ്. അപ്പം ഇത് നമ്മളെന്തോ വേറെയാണെന്നും പ്രകൃതി വേറെയാണെന്നും സൃഷ്ടാവ് വേറെയാണെന്നും ഒക്കെയുള്ള ഒരു തോന്നലിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിൻ്റെ 2 പ്രധാന തടസ്സം, ഒന്ന് ഇംഗ്ലീഷുകാരെ കണക്ക് പോസിറ്റീവായിട്ട് സംസാരിക്കുക. ബ്യൂട്ടിഫുൾ, വണ്ടർഫുൾ, എവ്രിതിങ് ഈസ് ബ്യൂട്ടിഫുൾ. ഇവിടെ സൗന്ദര്യമില്ലാത്ത ഒരു വസ്തു കാണിച്ചു തരാമോ? എന്നെ കേൾക്കുന്നവർ ഈ കേൾക്കുന്ന മൊമെൻറ്റിൽ ഒന്ന് പോസ് ചെയ്തിട്ട്, ഇരിക്കുന്ന കസേര ഇതെന്ത് കംഫർട്ട് നമുക്ക് തരുന്നു? നമ്മുടെ മേശപ്പുറത്തിരിക്കുന്ന വിരി, ആ ജനലിലൂടെ കാണുന്ന ആകാശം, ആ ചെടി, ബാക്ക്ഗ്രൗണ്ടിലൊരു ശബ്ദം കേൾക്കുന്നുണ്ട്, പ്രകൃതി, കിളികളുടെ ശബ്ദം, മൃഗങ്ങളുടെ ശബ്ദം, മനുഷ്യരുടെ ശബ്ദം, അമ്പലത്തിൽ നിന്ന് വരുന്ന പാട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ട്രാക്കിലല്ല. കാര്യം ഈ ട്രാക്ക് അറിയുന്നവരുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അറിയുന്നവരിലേക്ക് നമ്മൾ എത്തിപ്പെടണമെങ്കിൽ നമുക്ക് ആ തീവ്രമായ ആഗ്രഹം വേണം. അപ്പം ഈ നമ്മുടെ ഈ ഹിന്ദു ഇതിനകത്ത് നമ്മൾ സരസ്വതിയാണ് അറിവിൻ്റെ ദേവതയായിട്ട് പറയുന്നത്. സരസ്വതിയും ലക്ഷ്മിയുമാണ് 2 പ്രധാന ദേവതകളായിട്ട് പൂജിക്കപ്പെടുന്നത് നമ്മുടെ വീടുകളിൽ. ഞാനത് വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ കൊച്ചുനാളിലെ തൊട്ടേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ വലിയ പടമുണ്ട്, ഈ ലക്ഷ്മിയുടെ പടം വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ എന്നെ വളരെ അതിശയിച്ച ചില കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഇങ്ങനെ പൈസ, സ്വർണ്ണത്തൊട്ടുകളിങ്ങനെ കയ്യിൽ നിന്ന് ഇങ്ങനെ വീഴുന്ന. അപ്പം എൻ്റെ കൊച്ചിലേക്ക് ഞാൻ നോക്കിയിട്ടുണ്ട്, ഇതെന്തുവാണ്? അപ്പം
അങ്ങനെയാണ്, അത് സമ്പത്താണ്. സമ്പത്ത് അങ്ങനെ ഒഴുകുന്ന ഒരു സാധനമാണ്. അല്ലാതെ അത് തടഞ്ഞു വെക്കുകയും ആരുടെയെങ്കിലും വീട്ടിലെ കുത്തകയൊന്നുമല്ല. ഇത് ആർക്ക് വേണമെങ്കിലും കൈ നീട്ടിയാൽ കയ്യിൽ വരാവുന്ന സാധനമേ ഉള്ളൂ. അടുത്തത് സരസ്വതി, അറിവിൻ്റെ ദേവത. നമ്മുടെയൊക്കെ വീടുകളിലുണ്ട്, സരസ്വതിയുണ്ട്. ഇതിലാരെയാണ് കൂടുതൽ ഇവർ പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. അവിടം തൊട്ടാണ് നമ്മുടെ ഈ ഡിസ്ക്രിമിനേഷൻ തുടങ്ങുന്നത്. ശരിക്കും ഒരധികം ആൾക്കാരും ലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നവരാണ്. സരസ്വതിയെ പ്രാർത്ഥിക്കുന്നവരൊരു സരസ്വതി പൂജയോ അല്ലെ എപ്പോഴെങ്കിലും വരുമ്പം മാത്രമേ ചെയ്യാറുള്ളൂ. പക്ഷേ സത്യം എന്താണ്? ആക്ച്വലി അറിവാണോ വലുത്, സമ്പത്താണോ വലുത്? ഇത് പുരാണങ്ങളിൽ തർക്കമുണ്ട്. ലക്ഷ്മിയാണോ വലുത്, സരസ്വതിയാണോ വലുത്? തർക്കമുണ്ട്. അതവിടെ തർക്കിച്ചോട്ടെ. ഇനി ഇത് രണ്ടാണോ? ഇത് രണ്ടാണോ? എന്താ നമ്മുടെ ഏറ്റവും കൊച്ചു സ്കൂളിലെ പഠിപ്പിച്ചത്? അറിവാണ് ഏറ്റവും വലിയ ധനം എന്നല്ലേ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം അതിന് ചില സീനിയർ മെമ്പേഴ്സ് അവർ പറയാറുണ്ട്. അപ്പോൾ അവർ സമ്പത്തിൻ്റെ പുറത്തിരുന്നിട്ട് അവർ പറയും, നമ്മളെക്കാളും പറയും, നിങ്ങൾക്കൊക്കെ അറിവുണ്ട് എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ. അപ്പം നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല. കാര്യം എന്താ? നിങ്ങൾ ഉറച്ചു നിൽക്കുന്ന സരസ്വതി ഉറച്ചു നിൽക്കുന്ന ആളാണ്. ലക്ഷ്മി അങ്ങനെ വെള്ളത്തിലാണ്. ലക്ഷ്മി എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അറിവുള്ളവരാണ് ലോകത്തെ ഏറ്റവും വലുതെന്ന് സമ്പത്തുള്ളവർ പറയും. അറിവുള്ളവർ സമ്പത്തിൻ്റെ പുറകെ ഓടും. ഇത് അക്കരയ്ക്ക് ഇക്കരെ പച്ചയാണ്. സത്യം പറഞ്ഞാൽ ഇതെല്ലാം ടൈം ആൻഡ് സ്പേസിനകത്ത് വരുന്ന കാര്യമാണ്. നമ്മൾ പ്രകൃതിയായിട്ട് കണക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ നമ്മളല്ലേ രാജാവ്. രാജാവ് പോയി ആർക്കെങ്കിലും യാചിക്കുമോ? നമ്മൾ എന്തൊക്കെയാണ് യാചിക്കുന്നത്? അത് ആ ഒരു ഈ ആരോ പറഞ്ഞ ഈ രാജാവ് എന്നുള്ള വാക്കൊക്കെ, യാചന എന്നുള്ള വേർഡ് പോലും ഒരു നെഗറ്റീവ് വേർഡാണ്. അപ്പം അതുപോലെ നമ്മൾ യൂസ് ചെയ്യരുത്. അപ്പം നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ കയ്യിലുള്ളൊരു സാധനം നമ്മൾ ആരുടെയെങ്കിലും ചോദിക്കുമോ? നമ്മുടെ ബാങ്കിൽ 1,00,000 രൂപ അടപ്പമുണ്ട്. നമ്മൾ ആരുടെയെങ്കിലും പേര് 100 രൂപ കടം ചോദിക്കുമോ? വേണ്ട. 1000 രൂപ അടപ്പമുണ്ട്. നമ്മൾ ആരുടെയെങ്കിലും 10 രൂപ കടം ചോദിക്കുമോ? ഇല്ല. അപ്പം നമ്മുടെ ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് പോലെ ഈ പ്രകൃതി എല്ലാം നമ്മളല്ലേ. അങ്ങനെയല്ലേ എല്ലാവരും പറയുന്നത്? സർവരാജ്യം നീ ആകുന്നു, ദ കിങ്ഡം ഇസ് യു എന്നാണ് ബൈബിൾ പറയുന്നത്. എല്ലാ പുസ്തകത്തിലും ഇത് തന്നെ പറയുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ തടസ്സം, മറ്റൊരാളല്ല. നമ്മൾ യഥാർത്ഥ അറിവും ശാസ്ത്രവും, സത്യവും ശാസ്ത്രവും രണ്ടാണെന്ന് നമുക്കൊരു തോന്നലുണ്ട്. അതിനെ മാറ്റിയാൽ തന്നെ ശാസ്ത്രീയമായി ഇതിനെ കാണണം. ഭക്ഷണം ശാസ്ത്രീയമായി കാണണം. ധ്യാനം ശാസ്ത്രീയമായി കാണണം. നമ്മുടെ ശ്വാസം, ഒരു ദിവസം ഇത്രയും ശ്വാസം എടുക്കണോ? അപ്പം ശ്വാസം അന്ന് തുടങ്ങിയപ്പോൾ ശ്വാസമെല്ലാം ബ്രത്ത് എന്താണ്? അതാണ് പ്രാണൻ. പ്രാണനെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞു. ആമയെപ്പോലെ, ആമ എത്ര ശ്വാസമാണ് വിടുന്ന ഒരു ദിവസം? മനുഷ്യനോ? അപ്പം ഇതെല്ലാം കണക്റ്റഡാണ്. അപ്പം നമ്മൾ ഒരു സ്റ്റെപ്പ്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. സംഭാഷണം 100% പോസിറ്റീവായിരിക്കണം. നമ്മുടെ ചിന്ത എന്താ? ഞാൻ തന്നെയാണ് ദൈവം, ഞാൻ തന്നെയാണത്. അപ്പം ആൾക്കാർ എൻ്റെ ഒന്നുമില്ലല്ലോ. നമ്മുടെ എല്ലാ ക്ഷേത്രവും എടുത്ത് നോക്കി, എല്ലാ പള്ളികളും എടുത്ത് നോക്കി, മോസ്കെല്ലാം എടുത്ത് നോക്കി, എല്ലാം സമ്പന്നമായിട്ടുള്ള അമ്പലമാണോ? സമ്പന്നമായിട്ടുള്ള പള്ളിയാണോ? അല്ല. അത് മാത്രം നോക്കിയാൽ പോരെ. ദൈവത്തിനും അതുണ്ട്. ഏതാ?
വലുത് അല്ലെങ്കിൽ ഉണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ കണക്ക് കേൾക്കാൻ ആളില്ലെങ്കിൽ ഒരു പുസ്തകം എടുത്ത് എഴുതുക. മാഷ് ഇമ്പോസിഷൻ തരുന്ന കണക്ക് ഡെയിലി 100 തവണ എഴുതുക. ഞാനതാകുന്നു, ഞാൻ ദൈവമാണ്. ഇനി ഇത് പറയുക. ആരും കേൾക്കാനില്ലെങ്കിൽ എവിടെയെങ്കിലും പോയിരുന്ന് യൂട്യൂബ് അങ്ങോട്ട് അല്ലെങ്കിൽ ഒരു ഓഡിയോ എടുത്ത് വെച്ച് റെക്കോർഡ് ചെയ്ത്, ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുന്നില്ല, റെക്കോർഡ് ചെയ്ത് പറയാം. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം, ഇത് ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ് എടുക്കുമ്പോഴും ലൈഫ് കോച്ച് ക്ലാസ് എടുക്കുമ്പോഴും സ്പിരിച്വാലിറ്റി ഒക്കെ പറയുമ്പോഴും ഇന്നത്തെ ന്യൂ ജനറേഷൻ ക്ലാസ്സുകളിൽ നമ്മൾ ആ പഴയ 700 ശ്ലോകം വെച്ചിട്ടല്ല പറയുന്നത്. അതിന് ശാസ്ത്രീയമായി, ഉദാഹരണത്തിന് ശ്രീചക്രയെക്കുറിച്ച് ഞാൻ ഓഡിയോ ചെയ്തിട്ടുണ്ട്, ദേവി മഹാത്മ്യം ചെയ്തിട്ടുണ്ട്, ഭാഗവതം ചെയ്തിട്ടുണ്ട്, ഭഗവത്ഗീത ചെയ്തിട്ടുണ്ട്. എന്തിനാ അറിയാമോ? ഇത് നമ്മുടെ ചക്രാസുമായിട്ട് കണക്റ്റഡാണ്. നവരാത്രി എന്താണ്? ഈ നവരാത്രി എന്താണ്? ഈ കഥകൾ ഇതെല്ലാം ശാസ്ത്രീയമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷേ അത് നമുക്ക് ആ ലെവലിൽ അതിനെ എടുക്കാൻ കേരളത്തിന് ഭാഗ്യത്തിന് 100% സാക്ഷരതയുള്ള ഒരു മലയാളിക്ക് ഇന്ന് യൂട്യൂബ് എടുത്തു വെച്ചാൽ ഇതറിയണമെന്ന് ആഞ്ഞു പിടിച്ച് ശ്രമിക്കേണ്ട കാര്യമല്ല. ഒരാഗ്രഹം മനസ്സിൽ വന്നാൽ എല്ലാം നമ്മുടെ അടുത്ത് വരും. ഏതൊരു കാര്യവും നമ്മുടെ അടുത്ത് വരും. കാര്യം എന്താ? വാട്ട് യു തിങ്ക് വിൽ ഹാപ്പൻ, വാട്ട് യു സ്പീക്ക് വിൽ ഹാപ്പൻ. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ. നിങ്ങൾ എന്താണോ സംസാരിക്കുന്നത് നിങ്ങൾ അതാണ്. അപ്പം ഇതിലുറച്ച് നിൽക്കുക. ഇതൊരു ചെറിയ സ്റ്റെപ്പാണ്. കാര്യം ഒരു സ്റ്റെപ്പെങ്കിലും മുമ്പോട്ട് വയ്ക്കാതെ നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാനത് ഇന്ന് തൊട്ട്, കാര്യം പലരും നമ്മളെ വിളിക്കുമ്പം അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ, ഇന്നലെ ഇപ്പം എന്നെ ഒരാൾ വിളിച്ചിരുന്നു, 75 വയസ്സിൽ കൂടുതലുണ്ട്, 80 ഉണ്ടെങ്കിലേ ഉള്ളൂ, ആലപ്പുഴയിൽ നിന്നാണ് എന്നെ വിളിച്ചത്. അപ്പം ഞാനിങ്ങനെ, അപ്പം എന്നെ വിളിച്ചിട്ട് ചോദിക്കും പ്രഭാഷണമൊക്കെ ഉണ്ടോ, എങ്ങനെ പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒരു പുതിയ കാര്യം കണ്ടുപിടിച്ചു. പുള്ളി ചോദിച്ചു എന്താ? യഥാർത്ഥം എന്തോ എന്ന് ഞാൻ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു. പുള്ളി ചോദിച്ചു എന്താ? അത് നമ്മുടെ സംഭാഷണമാണ് ഏറ്റവും വലിയ തടസ്സം. പുള്ളി ചോദിച്ചു അതെന്താ? കാര്യം നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ എനർജി നഷ്ടപ്പെടുന്നുണ്ട്. നമ്മളൊരു കാഴ്ച കാണുമ്പോൾ എനർജി നഷ്ടപ്പെടുന്നുണ്ട്. ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ടാണ് എല്ലാം കാണാനുള്ളതല്ല, ആവശ്യമുള്ളതേ കാണാവൂ, ആവശ്യമുള്ളതേ സംസാരിക്കാവൂ. ഒരാമ എങ്ങനെയാണോ അതിൻ്റെ ആവശ്യത്തിന് തല പുറത്തിടുന്നത് അതേപോലെ പുള്ളി വെച്ചത് ഇങ്ങനെ, ഞാൻ പറയും ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ള ആണോ? ആണ്, സ്ഥിതപ്രജ്ഞൻ. അത് ഞാൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഞാനിനി സംഭാഷണങ്ങൾ കുറയ്ക്കുകയാണ്. പുള്ളി വെച്ചിനി സംസാരിക്കത്തില്ലേ? ഞാൻ പറഞ്ഞാൽ അങ്ങനെയല്ല. ആവശ്യത്തിന് സംസാരിക്കും തോറും കോൺഫ്ലിക്റ്റ് കൂടും. ശ്രദ്ധിച്ചു നോക്കി അറിയാം. നമ്മൾ വേറൊരാൾ പറയുന്നത് കേട്ടാൽ അയാൾ ഹാപ്പിയാണ്, പക്ഷെ നമ്മൾ സംസാരിച്ചാൽ കോൺഫ്ലിക്റ്റ് വരും. അതുകൊണ്ടാണ് നമ്മൾ കേൾക്കാൻ പഠിക്കണമെന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് മറ്റേതിനോടൊരു എന്താണ് പറയുന്നത്, അതിയായ ആഗ്രഹമുണ്ട്. അതെല്ലാം ഈ ഡിസയർ എന്ന് പറയുന്നതിനകത്ത് വരുന്നതാണ്. അപ്പം ഞാനിത് ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പുള്ളി ഇതൊക്കെ സാധിക്കുമോ? അപ്പോൾ ഞാൻ പറഞ്ഞ ഓട്ടോബയോഗ്രഫി യോഗി വായിച്ചിട്ട് സാറിന് തൃപ്തി വരുന്നില്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ ഇഷ്ടം പോലെ ആൾക്കാരില്ലേ, ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോരുത്തർ വെച്ചിട്ടില്ലേ. തിരുവനന്തപുരത്ത് ഒരാളുണ്ട്, കൊല്ലത്ത് ഒരാളുണ്ട്. ഇവരുടെയൊക്കെ ചരിത്രം എടുത്ത് വായിച്ചാൽ അവരിതൊക്കെ തന്നെ പറയുന്നത്. പിന്നെ 3rd ഡയമെൻഷനിൽ നിന്ന് 4th ഡയമെൻഷനിലേക്ക് കടക്കുമ്പോൾ അവർ പറഞ്ഞത് നമുക്കും പറയാൻ പറ്റും, പക്ഷെ ആരും വിശ്വസിക്കത്തില്ലെന്നേ ഉള്ളൂ. ഇന്നലെ സംസാരിച്ചു. എന്തായാലും ഞാൻ എൻ്റെ ഒരു ടോക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതെത്രത്തോളം എത്ര പേർക്ക് പ്രയോജനം കിട്ടും എന്നുള്ളതല്ല, സത്യം നമ്മളെപ്പോഴും വിളിച്ചു പറയുമ്പം അത് ഷെയർ ചെയ്യാനുള്ളതാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. സരസ്വതിയും ലക്ഷ്മിയും ഒക്കെ ഷെയർ ചെയ്തോറും വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള കാര്യമാണ്. എത്രത്തോളം കൊടുക്കുന്നോ അത്രത്തോളം നമുക്ക് കിട്ടും.
അതാണ് കൊടുത്താൽ കിട്ടും എന്ന് പറയുന്നത്. എന്ത് കാര്യം അത് ഞാൻ സ്ഥിരം പറയുന്ന മറ്റേ ഉദാഹരണമാണ്. ഒരു സ്വാമിയുടെ പാത്രം ഒരാൾ മോട്ടിച്ചുകൊണ്ട് പോയപ്പം കൂടെ സ്വാമി ഓടിയിട്ട് കയ്യിലുണ്ടായിരുന്ന ഒരു പാത്രം കൂടെ കൊടുത്തു എന്ന് പറയുന്ന കണക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളിലേക്ക്. ജിൻവാൽജീൻ്റെ കഥ, പള്ളിയിൽ വന്ന് മോഷണം നടത്തിയപ്പം അവസാനം പള്ളിയിലച്ഛൻ പറഞ്ഞത് മോട്ടിച്ചതല്ല ഞാൻ കൊടുത്തതാണെന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ഓപ്പൺനെസ് നമ്മളിലേക്ക് വരണം. ഇത് നമ്മളിപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറയുന്നത്, നല്ല സംഭാഷണങ്ങൾ, നല്ല വാക്കുകൾ യൂസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. എപ്പോഴും നമ്മുടെ ചിന്ത എന്തായിരിക്കണം? ഞാനാണത്, ഐ ആം ദറ്റ്. തത്വമസി സംസ്കൃതമാണ്, അത് നമുക്ക് വഴങ്ങത്തില്ല. ഞാനാണ് ദൈവം, ഞാനാണ് രാജാവ്. രാജാവിന് ഇനി എന്തെങ്കിലും വേണോ? രാജാവിന് ആൾക്കാർ സാധനങ്ങൾ കൊണ്ട് കാഴ്ചവെക്കുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ പ്രകൃതി നമ്മുടെ കാൽച്ചുവട്ടിലാണ്. നമ്മൾ തീരുമാനിക്കണം, നമ്മൾ രാജാവാവണോ അടിമയാവണോ എന്ന് നമ്മൾ തീരുമാനിച്ച് മുമ്പോട്ട് പോകണം. പറയുന്നതെല്ലാം ശാസ്ത്രീയമാണ്. ദയവ് ചെയ്ത് ഇത് വേദം, ഉപനിഷത്ത്, പുരാണം എന്ന് അല്ല. അതിൻ്റെ ശാസ്ത്രീയ വശം വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ ചാനലിൽ തന്നെ വിശദമായി മലയാളത്തിലും ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.